ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. 2 ദിവസമായല്ലേ കണ്ടിട്ട്, കുറച്ച് ബിസി ആയിപ്പോയി. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും. കുറേ സാധനങ്ങൾ ഇതൊക്കെ എന്ത് പറയാ, പാക്കിങ്ങും അതും ഇതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളിൽ ബിസി ആയിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് എല്ലാവരുടെയും പാഴ്സലൊക്കെ കൊറിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ കുറേ പേരുടെ വാട്സപ്പ് മെസ്സേജൊക്കെ ഞാൻ നോക്കാനുണ്ട്. ഞാൻ പതുക്കെ ഓരോരുത്തരുടേതായിട്ട് നോക്കാം. കാരണം മെസ്സേജ് തന്നെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് ഓർഡർ എടുത്തുകൊണ്ടിരിക്കാനേ പറ്റൂ, അയച്ചവർക്ക് അയക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവർക്കും ഉള്ള പ്രോബ്ലം ഇപ്പം ഭയങ്കര മുടി കൊഴിച്ചില്ല അല്ലേ? എനിക്കുമുണ്ട്. എൻ്റെ മുടി ഇപ്പോൾ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു വരുന്നു. നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് മുടി നല്ലപോലെ സൂക്ഷിച്ചത് കൊണ്ടായിരുന്നു മുടിക്ക് ഒരു നല്ല തിളക്കവും അവർ ഹെൽത്തിയൊക്കെ കിട്ടിയത്. പിന്നെ ഞാനും ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. മുടി അങ്ങനെ അതിൻ്റെ പാട്ടിന് വിട്ടിട്ട് ജോലി ഇത് അങ്ങനെ എല്ലാ കാര്യത്തിലും ബിസി ആയിപ്പോയി. സോ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാനും നല്ലപോലെ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് കുറേ പേർക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഹെയർ കെയർ ആരംഭിക്കുകയാണ്. പല സ്റ്റെപ്പുകൾ ഉണ്ടാവും നമ്മുടെ ഹെയർ കെയറിൽ. നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും, നല്ല ഓയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ളൊരു നീലയമരി കുറേ ഇലകളൊക്കെ ചേർത്തിട്ട് നല്ല കംപ്ലീറ്റ് ആയിട്ടും ഔഷധ മൂല്യമുള്ള ഒരു സൂപ്പർ ഹെർബൽ ഹെയർ ഓയിലാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടാനും സഹായിക്കും, മുടി നല്ലപോലെ വളരാനും. നമ്മൾ പെട്ടെന്നൊക്കെ മുടി നരച്ചു പോകുന്നു. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് അകാലനര എന്ന് പറയുന്നത് അല്ലേ? ചെറുപ്പത്തിൽ തന്നെ മുടി നരച്ചു പോകുന്നു. ഒരുപാട് അമ്മമാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, മോൾക്ക് 13 വയസ്സ് 14 വയസ്സൊക്കെ ഉള്ളൂ, പക്ഷേ മുടിയൊക്കെ ഭയങ്കരമായിട്ട് നരച്ചു പോകുന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും ഈ ഒരു സ്കിൻ ഹെയർ കെയർ ചലഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ ഗ്രേ ഹെയറിന് വേണ്ടിയിട്ടുള്ള പാക്കുകളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല മുടിക്ക് തിക്നെസ് കിട്ടാനുള്ള പാക്കുകൾ, ജ്യൂസസ്, ഫുഡിന്റെ രീതികൾ, അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണുക. അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരിക. ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നീലയമരി വെച്ചിട്ട് ഒരു ഓയിൽ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനല്ല, ഇതിനെക്കാട്ടി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹെർബൽ ഓയിലാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഹെർബൽ ഹെയർ ഓയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മളൊരു ഇരുമ്പ് ചട്ടി ചൂടാക്കണം കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി വലിയൊരു ചട്ടിയാണ്. ഇതൊക്കെ അതുകൂടി ഇങ്ങനെ കുത്തി ഇളക്കി പോയതാ കേട്ടോ. നല്ലൊരു ചട്ടി എടുത്ത് ചൂടാക്കുക. അതിനുശേഷം ഞാനിവിടെ ഇപ്പോൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. നല്ല ആട്ടിയ പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് 1/2 ലിറ്റർ വെളിച്ചെണ്ണ. 1/2 ലിറ്റർ വെളിച്ചെണ്ണയുടെ കൂടെ നല്ലപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉണ്ടാക്കാം. ഇപ്പം ഇവിടെ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, ഇതിപ്പോൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ജീരകം ഞാനിപ്പോൾ ഇവിടെ അരിയായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു പിടി കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇനി എണ്ണ ഒന്നുകൂടെ ചെറുതായിട്ടൊന്നും കൂടെ നല്ലോണം ചൂടാവട്ടെ. ഇപ്പൊ നമ്മുടെ കരിഞ്ജീരകമൊക്കെ കണ്ടോ, അപ്പോൾ ചൂടായിട്ട് ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു പിടി ഇത് കുറച്ച് പൊക്കി വയ്ക്കുമ്പോൾ ഒരു പിടി നെല്ലിക്ക ചതച്ചത് ഇട്ട് കൊടുക്കണം. പതുക്കെ ഇട്ട് കൊടുക്കണം, കയ്യിലൊന്നും പൊട്ടിത്തെറിക്കരുത്. ഒരു പിടി നെല്ലിക്ക ചതച്ചത്, അതിൻ്റെ കൂടെ ഒരു പിടി ചെറിയ ഉള്ളി ചതച്ചത്. പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ ജെല്ലാണ്, ഒരു ചെറിയ പീസ് അലോവേരയുടെ ജെല്ല്. ഇത് മൂന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ഇത് മൂന്നുമാണ് നമ്മൾ പച്ചയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് മൂന്നും ചെറുതായിട്ടൊന്ന് ചൂടാവും. ചെറിയ തീയിൽ വേണം എപ്പോഴും ഇട്ട് കൊടുക്കാനായിട്ട്, ഒരിക്കലും വലിയ തീയിൽ ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് ചൂടായിട്ട് ആ ഒരു എന്താ പറയുന്നത്, ആ നെല്ലിക്കയും അലോവേരയും ഉള്ളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാമേ. നല്ലപോലെ ഒന്ന് വാടട്ടെ. ഇപ്പം നമുക്ക് എണ്ണ ആ ഒരു പച്ചവാസനയൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി മൈലാഞ്ചിയുടെ ഇലയാണ്. എല്ലാം ഓരോ പിടി ഇടാണ് ഇടുന്നത്. ഞാനിവിടെ ഉലുവ ഇട്ടിട്ടില്ല, പകരമായിട്ട് നമ്മുടെ ഉലുവയുടെ ഇലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉലുവയുടെ ചെറിയ ഇല കിട്ടും. അതും ഒരു പിടി ഉലുവ ഇല. പിന്നെ നമുക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെമ്പരത്തി ഇല, ഒരു 4-5 ചെമ്പരത്തി ഇല. അത് നമുക്കൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. ഇത് വലുതായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം 4-5 ചെമ്പരത്തി ഇല, ചെറിയ തീയിലായിരിക്കണം ഇരിക്കുന്നത്. 4-5 ചെമ്പരത്തി ഇല. അടുത്തത് നമ്മുടെ കയ്യോന്നി
ഒരു പിടി കയ്യോന്നിയുടെ ഇല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇടുക വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി ബ്രഹ്മി, നമ്മുടെ ബ്രഹ്മി ഇല്ലേ, ആ ബ്രഹ്മിയുടെ ഇല അതും ഒരു പിടി നല്ലപോലെ പിച്ചി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി കറിവേപ്പില ഒരു പിടി ഇടുക. അതിനുശേഷം ഒരു പിടി തുളസി ഇല, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ചെറിയ തീയിലായിരിക്കണം, ഇല്ലെങ്കിൽ ഇലകളെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഗുണം കിട്ടത്തില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ആ ഇല ഇങ്ങനെ വാടി വരണം അതിനകത്ത് കിടന്ന് കേട്ടോ. ഇനി നമ്മൾ ഒരിലയും കൂടി അതിനകത്ത് ഇടുന്നുണ്ട്. ആ ഇലയാണ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതാണ് കറുക എന്ന് പറയും. കാണിച്ചു തരാം. അത് കറുകയുടെ ഇല നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ സഹായിക്കും. കറുക ഇല എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു കറുക ഇലയും കൂടെ നമ്മൾ കുറച്ച് ഒരു പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കറുക ഇല മുടി വളരാനായിട്ട് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ അമ്പലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കറുക ഇലകൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. ഇനി ഇത് നല്ലപോലെ ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ തിളച്ച് വാടണം. ഇതിനകത്ത് പൊടികൾ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റിലേ ഇട്ട് കൊടുക്കരുത്. പൊടിയാണ് ഇപ്പോൾ കറിവേപ്പില അല്ലെങ്കിൽ കയ്യോന്നി ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടാണ് ഉള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫസ്റ്റിൽ ഇട്ട് കൊടുക്കരുത്, ലാസ്റ്റിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൽ നമ്മളിപ്പോൾ ഇൻഡിഗോ പൗഡർ ഇടുന്നുണ്ട്, അത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഇടുന്നത്. ഇതിന് നല്ലപോലെ തിളച്ച് നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. ഇത് ചൂടായി ഇതിൽ നല്ലപോലെ ആ എണ്ണയ്ക്കകത്ത് ഈ ഇലകളുടെ സത്തെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങട്ടെ. ഒരു 20 മിനിറ്റെങ്കിലും ഇത് നല്ലപോലെ ചെറിയ തീയിലിരുന്ന് തിളയ്ക്കണം കേട്ടോ. ഇപ്പൊ കണ്ടോ നമ്മുടെ ഇലയൊക്കെ ഒരുവിധം വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചേർക്കാൻ പോകും, നിങ്ങൾ ഈ ചെമ്പരത്തി പൂവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി പൂ ആദ്യമേ ചേർക്കണം. ഇപ്പൊ എൻ്റെ കയ്യിൽ ചെമ്പരത്തി പൂവല്ല, ഇതുപോലെ ചെമ്പരത്തി പൂ ഉണക്കി ഞാൻ വെച്ചേക്കുന്നത്. ഞാനിങ്ങനെ പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പൊടിയിലൊക്കെ ഇടത്തില്ലേ, അതുപോലുള്ള ചെമ്പരത്തി പൂ ഉണക്കിയതാണ്. അത് ഞാൻ ഈ ഇലയൊക്കെ വാടി കഴിയുന്ന സമയത്ത് ഇട്ട് കൊടുത്തു. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പൂവാണെങ്കിൽ ഉണ്ടെങ്കിൽ എന്നുള്ളത് നിങ്ങൾ ആ ഇല ഇടുന്ന സമയത്ത് തന്നെ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർന്ന് നല്ല പോലെ വാടട്ടെ. ഈ സമയത്ത് നമുക്ക് തലയ്ക്ക് നല്ല ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയുമോ? റോസാപ്പൂ. നമ്മുടെ തലയ്ക്ക് കുളിർച്ചി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ആ ഇലയൊക്കെ നല്ലപോലെ ഒരു കറുപ്പ് കളർ ആവട്ടെ കേട്ടോ. അതുവരെ ഒന്ന് ചൂടാവണം. ചൂടായിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നല്ലപോലെ തിളച്ച് അതിൻ്റെ സത്തൊക്കെ അതിനകത്ത് നല്ല രീതിയിൽ ഇറങ്ങട്ടെ. ഇപ്പൊ കണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ആ പതയൊക്കെ നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊരു പതയേ ഉള്ളൂ, ആ പൊട്ടിത്തെറി ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആവുമ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് പരുവായി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ തലനീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന്റെ കൂടെ 2 ഗ്രാമ്പൂവും കൂടെ, നമ്മൾ ആദ്യം കരിഞ്ജീരകം ഇട്ടില്ലേ, ആ സമയത്ത് ഒരു 2 ഗ്രാമ്പൂവും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഉലുവയുടെ ഇല ഇല്ലാത്തവരാണെങ്കിൽ കരിഞ്ജീരകത്തിന്റെ കൂടെ 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഈ പരുവായ സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇനിയിപ്പോൾ ഇൻഡിഗോയുടെ പൗഡർ ഇട്ട് കൊടുക്കാമേ. 2 സ്പൂൺ ഇൻഡിഗോയുടെ പൗഡർ. ഇൻഡിഗോ പൗഡർ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതുപോലെ നല്ല പച്ച കളറുള്ള ഇൻഡിഗോ പൗഡർ വേണം ഇടാനായിട്ട്. ഇതിപ്പോൾ ഞാനൊരു ഇൻഡിഗോ പൗഡർ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണത്തിലാണ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. ഞാൻ അതിനകത്ത് 2 സ്പൂൺ ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, തീ ഓഫ് ചെയ്യുക, മതി. ഇനി ആ തീയിൽ തന്നെ ഇരുന്ന് ആ പൊടി അതിനകത്ത് ഇറങ്ങിക്കോളും. വേറെ നമുക്ക് തീ ഒന്നും വെക്കരുത്. ആ തീക്കകത്ത് കിടന്ന് ആ ചൂടിൽ തന്നെ കിടന്ന് ആ ഇൻഡിഗോയുടെ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങും. ഇനി നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഇതെല്ലാം നല്ല പോലെ ഇതുപോലെ ചേർത്ത് വെച്ച് ഒന്ന് ഇളകി കൊടുക്കണം, ആ ഇൻഡിഗോ പൊടി എല്ലായിടത്തും ചേരാനായിട്ട്. ഇപ്പൊ കണ്ടോ, നല്ല ഒരു ഡിഫറൻറ്റ് സ്മെല്ലാണ്, ഒരു പച്ച കളറായിരിക്കും ആ ഒരു എണ്ണയ്ക്ക്. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കാം. ഒതുക്കി വെച്ചിട്ട് ഒരു 24 hours ഇത് ഈ ഒരു എണ്ണയിൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. അതായത് രാത്രി മുഴുവൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. രാവിലെ ആവുമ്പോഴാണ് നമ്മളിത് അരിച്ച് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അരിച്ചിട്ടില്ല, അരിക്കാതെ തന്നെ വെച്ചേക്കുവാണ്. ഇപ്പോൾ ഉണ്ടാക്കിയതാണ്, അരിക്കാതെ വെച്ചിട്ടുണ്ട്. നാളെ ഈ സമയമാകുമ്പോൾ നമുക്കത് അരിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് നാളെ മുതൽ നമുക്കത് യൂസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഈ കൂട്ടുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ വെച്ച് മാക്സിമം ഉണ്ടാക്കി വെക്കുക. ഇല്ല നിങ്ങൾക്ക് ഈ ഒരു എണ്ണ വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ അങ്ങനെ ബൾക്കായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇത്രയും എണ്ണ അളവിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആർക്കെങ്കിലും വേണമെന്ന് വരുവാണെങ്കിൽ ഒരുപാട് പേര് ഒരു എന്താ പറയുന്നത് അധികമായിട്ട് 1 ലിറ്റർ 2 ലിറ്ററിന് മേലെ ആളുകൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും ഉണ്ടാക്കിയും ആൾക്കാർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വാട്സപ്പിൽ തന്നെ, നമ്മുടെ പഴയ വാട്സപ്പ് നമ്പർ തന്നെ, വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആരും എപ്പോഴും ഞാൻ തിരിച്ചു പറയുന്നു, വാട്സപ്പിൽ ഉടനെ മെസ്സേജ് ഇട്ടില്ല എന്ന് പറഞ്ഞ് ആരും റിപ്ലൈ ചെയ്യരുത്, ആരും എന്താ പറയുന്നത് വിഷമിക്കരുത്. ചേച്ചി റിപ്ലൈ നോക്കിയില്ല, റിപ്ലൈ തന്നില്ല, മെസ്സേജ് തന്നില്ല, ഞാൻ എല്ലാം നോക്കും. ആദ്യം മെസ്സേജ് അയച്ചവരെയാണ് ആദ്യം നോക്കുക. അപ്പോൾ അടിയിലുള്ള മെസ്സേജാണ് ആദ്യം നോക്കി മുകളിൽ വരുന്നത്. അതുകൊണ്ടാണ് ലേറ്റായിട്ട് അയക്കുന്നവരുടെ കുറച്ച് സമയം എടുക്കുന്നത്. കാരണം ഒരാളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം, അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കണം, അവർക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് എഴുതിയെടുക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, പേ ചെയ്യേണ്ട. അപ്പോൾ എനിക്ക് അതൊക്കെ പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഓരോരുത്തരും നോക്കിയിട്ട് വരുന്നത് കൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ കെയറിന് എല്ലാവരും റെഡി ആവുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ വേണ്ട, നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഓയിൽ ഉണ്ട്, അത് മുടിക്ക് നല്ലപോലെ സ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും ആര് പറഞ്ഞാലും മാറ്റേണ്ട, ആ ഹെയർ ഓയിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് പേര് നമ്മുടെ നീലയം ഹെയർ ഹെന്ന മിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹെന്ന മിക്സ് ഉടനെ ഞാൻ ഉണ്ടാക്കി കാണിച്ചതിന് ശേഷം ഞാൻ അതിനുള്ള സെയിൽസ് പ്രൊസീജിയറൊക്കെ പറയാം കേട്ടോ, വിൽക്കുന്ന കാര്യങ്ങൾ അധികരിക്കാം. കാരണം നീലയമരി ഞാൻ ഇപ്പോഴാണ് പൊടിച്ച് ആ ഒരു കളറിലാക്കി എടുത്തത്. ഇനി നല്ല നീലയമരി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ബൾക്കായിട്ട് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ. എല്ലാവരും എണ്ണ ഉണ്ടാക്കുക, ഓടിപ്പോയി ടക്കനെ എല്ലാ കാര്യങ്ങളും. എനിക്കറിയാം ലോക്ക്ഡൗൺ ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മുടെ പറമ്പിലും തൊടികളിലും ഒക്കെ ഒന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. എല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.